മെയിൽ മെർജ് എന്ന സങ്കേതം ഉപയോഗിച്ച് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള പങ്കാളിത്ത കാർഡ് ലിബർ ഓഫീസ് റൈറ്ററിൽ തയ്യാറാക്കുന്നതിനുള്ള ഒരു ചോദ്യമാണ് ഇത്. അതിൻ്റെ പ്രവർത്തനക്രമം ഇവിടെ നൽകിയിരിക്കുന്നു. participation.odt എന്ന ഫയൽ ലിബർ ഓഫീസ് റൈറ്ററിൽ തുറക്കേണ്ടതുണ്ട്. ആദ്യം തുറക്കേണ്ടത് ODT എന്ന എക്സ്റ്റൻഷനുള്ള ഫയലാണ്. ODS എന്ന എക്സ്റ്റൻഷനുള്ള ഫയലല്ല. അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ODT എക്സ്റ്റൻഷനുള്ള ഫയലായിരിക്കണം ആദ്യം തുറക്കേണ്ടത്. participation.odt എന്ന ഫയൽ തുറക്കുകയാണ്. അതിനുവേണ്ടി പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഹോം ഫോൾഡർ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയലുള്ളത്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. ഇതിൽ participation.odt എന്ന ഫയൽ ഇവിടെയുണ്ട്. അത് തുറക്കുകയാണ്. ഇനി ഇവിടെയാണ് വിവരങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത്. നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, പാർട്ടിസിപ്പേറ്റിംഗ് ഐറ്റം എന്നീ വിവരങ്ങളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇത് രണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മെയിൽ മെർജ് എന്ന സങ്കേതം ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഇത് ചെയ്യുക ശ്രദ്ധിക്കുക. ഇവിടെ മെനു ബാറിൽ ഇൻസർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫീൽഡ്സ് എന്നതിന് നേരെ മോർ ഫീൽഡ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെയുള്ള ടാബുകൾ ശ്രദ്ധിക്കുക. ഇതിൽ ഡേറ്റാബേസ് ടാബാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഡേറ്റാബേസ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ മെയിൽ മെർജ് ഫീൽഡ്സ് എന്നതുകൂടി സെലക്ട് ചെയ്യേണ്ടതുണ്ട്. മെയിൽ മെർജ് ഫീൽഡ്സ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഡേറ്റാബേസ് ടാബ് ആദ്യം സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞാൽ മെയിൽ മെർജ് ഫീൽഡും സെലക്ട് ചെയ്യണം. രണ്ടും സെലക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യുവാൻ കഴിയുകയുള്ളൂ. അതിനുശേഷം ഇവിടെ കാണുന്ന ബ്രൗസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കലോത്സവം ODS എന്ന ഫയൽ കൂടി തുറക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ബ്രൗസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് ഫയലുള്ളത്. അതിലെ കലോത്സവം .ods ഇതാണ്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അത് തുറന്നു വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കാണുന്ന ത്രികോണം പോലുള്ള അടയാളത്തിൽ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഷീറ്റ് 1 എന്നത് ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഇനി ഷീറ്റ് 1 എന്നുള്ളതിന് ഇടതുഭാഗത്തുള്ള ത്രികോണം പോലുള്ള അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിലുള്ള ഫീൽഡുകൾ ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമായ ഫീൽഡുകൾ പാർട്ടിസിപ്പൻ്റ് കാർഡിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇതിനെ ഇവിടെ ക്ലിക്ക് ചെയ്ത് വലതുഭാഗത്തേക്ക് മാറ്റി വയ്ക്കുന്നു. ഇനി ആവശ്യമായ ഫീൽഡുകൾ ശ്രദ്ധിക്കുക. നെയിം ഓഫ് സ്റ്റുഡൻറ്റ്. നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നത് നമുക്ക് ആവശ്യമുള്ള ഫീൽഡാണ്. അതുകൊണ്ട് അതിനെ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നതിന് മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നു. അതല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. മൂന്നാമതൊരു വഴി സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ പാർട്ടിസിപ്പേറ്റിംഗ് ഐറ്റം എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള 2 ഫീൽഡുകളും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ഇതിന് സേവ് ചെയ്യേണ്ടതുണ്ട്. മെയിൽ മെർജ് സേവ് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ശ്രദ്ധിക്കുക. ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സേവ് എന്നതിന് പകരം ഇവിടെ പ്രിൻ്റ് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്. പ്രിൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ യെസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഔട്ട്പുട്ട് എന്ന ഭാഗത്ത് ഇപ്പോൾ പ്രിൻ്ററാണ് കാണുന്നത്. ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് ഒറ്റ ഫയലായിട്ട് സേവ് ചെയ്യുവാനാണ്, പ്രിൻ്റ് ചെയ്യുവാനല്ല. അതുകൊണ്ട് ഫയൽ എന്നത് സെലക്ട് ചെയ്യുന്നു. സേവ് ആസ് സിംഗിൾ ഡോക്യുമെൻ്റ് എന്നതും സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ ഓക്കെ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഹോമിൽ എക്സാം 10 എന്ന ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത്. എക്സാം 10 സെലക്ട് ചെയ്തു. ഫയൽ നാമം രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. _ഗ്രൂപ്പ് നമ്പർ എന്ന രീതിയിൽ ഫയൽ നാമം കൊടുത്തു. ഇനി ഇവിടെ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. നമുക്ക് പരിശോധിക്കാം. ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡർ തുറക്കുന്നു. നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇവിടെയുണ്ട്. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പങ്കാളിത്ത കാർഡ് തയ്യാറായി കഴിഞ്ഞു. ആദ്യത്തെ പേര് അബു സലീം എന്നാണ്. രണ്ടാമത്തെ പേര് അനന്തൻ കെ എന്നാണ്. മൂന്നാമത് ബോബൻ തോമസ്. ഇങ്ങനെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും പങ്കാളിത്ത കാർഡ് മെയിൽ മെർജ് സങ്കേതം അനുസരിച്ച് തയ്യാറാക്കി കഴിഞ്ഞു.